ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറിയ സംഭവങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് നിസ്സാരവൽക്കരിക്കാനാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ മന്ത്രിപദം തന്നെയാണ് എടുത്തു പറയേണ്ടത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട മന്ത്രി തന്നെയാണ് അവർ നേരിടുന്ന ആക്രമണങ്ങളെ ഇത്രമേൽ ലാഘവത്തോടെ കാണുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അതിരൂക്ഷമായും ക്ഷുഭിതനായുമാണ് മന്ത്രി പ്രതികരിച്ചത്. ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ സ്കൂളുകൾക്കും വൈദികർക്കും നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും വലിയ കാര്യമല്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം കേരളത്തിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. ഉത്തരേന്ത്യയിൽ നടക്കുന്നത് വെറും ചെറിയ കാര്യങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. കേന്ദ്രമന്ത്രിയാണെങ്കിലും ഇതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന ഭാവമാണ് ജോർജ് കുര്യനിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാകേണ്ട മന്ത്രി ആക്രമണത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാതെ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്നും താക്കീതും അദ്ദേഹം നൽകി. ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും അക്രമികൾക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എവിടെയാണ് കേസെടുക്കാത്തതെന്ന് തനിക്ക് കാണിച്ചു തരണമെന്ന വെല്ലുവിളിയാണ് മന്ത്രി ഉയർത്തിയത്. അങ്ങനെ കാണിച്ചു തന്നാൽ മാത്രം പ്രതികരിക്കാമെന്ന ധാർഷ്ട്യമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ബദർപൂരിലടക്കം നടന്ന ആക്രമണങ്ങളിൽ കേസെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് അത്ര വലിയ സംഭവമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഒഴിഞ്ഞുമാറി. കേരളത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വാർത്ത നൽകാറുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞിട്ടും ഉത്തരേന്ത്യയെ പറ്റി ഒരക്ഷരം മിണ്ടരുതെന്നാണ് മന്ത്രിയുടെ പക്ഷം. ഇനി ഇതൊക്കെ ഇന്ത്യയിൽ സർവ്വസാധാരണമാകുമെന്ന് മന്ത്രി പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു. ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായാൽ പലയിടത്തും കേസെടുത്തിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രാജ്യത്ത് തുടരുന്നത്? കേസെടുത്തില്ല. എവിടെയാ കേസെടുക്കാത്ത? കേരളത്തിൽ കേസെടുത്തിട്ടില്ല. വേറെ എവിടെയാ കേസെടുക്കാത്തത്? ഏതെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചു. ഞാൻ എല്ലാം ഫോളോ അപ്പ് ചെയ്താണ്. എവിടെയാണ് കേസെടുക്കാത്തതെന്ന് ചൂണ്ടിക്കാണിച്ചു, എടുപ്പിക്കാം. ബദർപൂരിൽ അത് കേസെടുക്കാൻ മാത്രം ഒരു വലിയ സംഭവമില്ല എന്നാണ് പോലീസ്. അതെവിടെയാ? എന്ത് കേസാ? അത് അവിടെ ക്രിസ്മസ് ആഘോഷത്തിന് സ്കൂളിൽ ആക്രമണം ഉണ്ടായതാണ്. ഈവൻ കേസെടുത്താൽ പോലും എന്തുകൊണ്ട് രാജ്യത്ത് ഇങ്ങനെ ഇതൊരു ക്രൈസ്തവർക്കെതിരായ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ശക്തമായിട്ടുള്ള നടപടി എടുക്കണം, ഇനി ആവർത്തിക്കാത്ത രീതിയിൽ ചെയ്യണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതല്ലല്ല, നടപടിയെടുക്കണമെന്നാണ് പറഞ്ഞത്. നടപടിയെടുക്കണം. നമ്മൾ 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ്, അവിടെയെല്ലാം തന്നെ. പക്ഷെ കേരളത്തിൽ നമ്മുടെ ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ആക്രമിച്ചല്ലോ, സ്ത്രീകളെ ആക്രമിച്ചല്ലോ, കണ്ടില്ലേ? നിങ്ങളൊക്കെ കണ്ടല്ലോ. അവിടെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരല്ലായിരുന്നു. എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ആറ്റിച്ചാൽ അച്ഛനെ ആ പള്ളിക്കകത്ത് കയറി ആക്രമിച്ച് നടുവടിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തില്ല? പാലാ മെത്രാനെതിരെ നടപടിയുണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ മെത്രാനെതിരെ നിന്നു? എന്തുകൊണ്ട് മുനമ്പത്ത് BJP ഇടപെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഈ മാധ്യമങ്ങൾ നിന്നു? അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലല്ല, മുനമ്പത്ത് മിക്കവാറും മാധ്യമങ്ങള് മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരായിരുന്നു. അല്ല, ജനങ്ങൾക്കെതിരെ ഞാൻ എടുത്തു കാണിക്കാം. പല മാധ്യമങ്ങളും ഞാൻ എടുത്തു കാണിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങള് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറച്ചുവെക്കുന്നു. എല്ലാ കാര്യങ്ങളും മറച്ചുവെക്കുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഉത്തരേന്ത്യയിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആലപ്പുഴയിലെ ചാരുമൂട്ടിലെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? എല്ലാ വാർത്തകളും എല്ലായിടത്തും കാണിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ മലയാളം ചാനലല്ലേ? ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഞങ്ങളുടെ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. എന്നോട് ആദ്യം ചോദിച്ചത് തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം. പ്രശ്നമുണ്ട്, എന്താണ് അതിൽ അഭിപ്രായം എന്നാ ചോദിച്ചത്? അല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ പറഞ്ഞു? എല്ലാം അറിയാം. നമ്മൾ എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ എണ്ണിയേണ്ടി പറയുന്നു. നിങ്ങൾ ആറ്റുചാലിലെ അച്ഛനെ ആക്രമിച്ചത് ഏതെങ്കിലും ചാനൽ കാണിച്ചിട്ടുണ്ടോ?
പൂഞ്ഞാറിലെ ആറ്റുകാൽ അച്ഛനെ പള്ളിയിൽ കയറി ആക്രമിച്ച് നടുപൊടിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ എന്നെ കാണിക്കാവോ? നിങ്ങൾ കാണിക്കൂ. നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. ഈ ഉത്തരേന്ത്യ അല്ല, ഉത്തരേന്ത്യ കേരളത്തിലെ കാര്യം പറയാം. ഈ അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് എന്റെ സുഹൃത്ത് ഈ സുഹൃത്ത് പറഞ്ഞ തെറ്റല്ലായിരുന്നോ? എന്ത് തെറ്റ്? അത് ഇനി അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയട്ടെ, ആറ്റുചാൽ അച്ഛന്റെ അത് പോട്ടെ, ഇത് പറ. അല്ല, ആദ്യം കേരളത്തിലെ പറയണം. എതിരായിരുന്നു പാലാ വിഷപ്പിന്റെ കാര്യത്തില് നിങ്ങൾ വിഷപ്പിനെതിരായിരുന്നു. അല്ലല്ല ആ ബിഷപ്പിന്റെ കേസ് പിൻവലിച്ചിട്ടില്ല. പള്ളി പൊളിക്കുന്ന ആൾക്കാരുടെ ഭാഗമാണോ മന്ത്രി? ഈ ചാനല് ചാരുമൂട്ടിലെ ആ അക്രമികളുടെ കൂടെയാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ ചാനല് ചാരുമൂട്ടിലെ കാര്യം ചോദിക്കൂ. അതായത് കാര്യങ്ങൾ ചെറിയ സംഭവങ്ങളാണെന്ന് മിനിസ്റ്റർക്ക് എങ്ങനെ പറയുന്നു? നിങ്ങൾ എത്ര ബഹളം വെച്ചാലും ഞാൻ എണ്ണി പറയാം. എത്ര ആരോപണം ഉന്നയിച്ചാലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. പറഞ്ഞാലും ഞങ്ങൾ ചോദ്യം ചോദിക്കും. ചോദിച്ചോ, അതിനെന്താ മന്ത്രി പറയുന്നില്ല. ഞാൻ പോകുന്നില്ല സുഹൃത്തെ. നിങ്ങളാണ് കുഴപ്പിച്ചത്. നിങ്ങളാണ് കുഴപ്പിച്ചത്. അറിയാൻ മേലാത്ത കാര്യത്തെ പറ്റി അല്ലല്ല ഇത് മാധ്യമപ്രവർത്തകരാണ് ചോദിച്ചത്. ഇത് മാതൃഭൂമിക്ക് പറ്റിയ തെറ്റാണ്. മാതൃഭൂമിക്ക് എന്ത്? അതാണ് ഈ കുഴപ്പം. അറിയാൻ മേലാത്ത കാര്യം ചോദിക്കരുത്. ഉത്തർപ്രദേശിലെ ആക്രമണങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യമാണോ? ഛത്തീസ്ഗഡിലെ സാന്റാക്ലോസ് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളോ? ഇതൊക്കെ എങ്ങനെ ചെറിയ കാര്യമെന്ന് ഒരു മിനിസ്റ്റർക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? ചാരുമൂടിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് അറിയത്തില്ല. ആറ്റുചാൽ അച്ഛനെ ആക്രമിച്ച് അറിയത്തില്ല. ആലുവയിലെ കന്യാസ്ത്രീ ആശ്രമത്തിന്റെ മതില് പൊളിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇല്ല, ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാണിക്കൂ, നമുക്ക് സംവാദമാകാം. ഞാൻ ചോദിച്ചോട്ടെ, സംവാദം മിനിസ്റ്റർക്ക് ഏത് അർത്ഥത്തിലാണ് മുനമ്പത്തെ ജനതയ്ക്കെതിരാണ് മാധ്യമങ്ങളിൽ നിന്ന് ഏത് അർത്ഥത്തിലാണ് മിനിസ്റ്റർ പറഞ്ഞത്? നിങ്ങളെങ്ങനെയായിരുന്നു ജനതയ്ക്കെതിരായി അല്ല എത്ര റിപ്പോർട്ടുകളുണ്ട്? 24 യൂട്യൂബ് ചാനലും ഈ സുരേഷ് ഗോപി അവിടെ പോയി ഇരിക്കുന്നിടം വരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? സുരേഷ് ഗോപി അവിടെ പോയതിനു ശേഷമാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആറ്റുചാലച്ചൻ ആലുവായിലെ കന്യാസ്ത്രീകളുടെ മതില് പൊളിച്ച കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങള് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മുതലാളിമാരോട് ചോദിക്കുക എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. മുതലാളിമാരല്ല വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, മാധ്യമപ്രവർത്തകർ. അല്ല, നിങ്ങൾ അവര് പറയുന്ന പോലെയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയല്ല. അല്ലെങ്കിൽ നമസ്തേ, സന്തോഷം. മുതലാളിമാര് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ കൊടുക്കുക. മിനിസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ എഴുതി തന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നത്. ന്യൂനപക്ഷകാര്യ സഹമന്ത്രിയാണല്ലോ. അപ്പോൾ ഒരു ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് നടന്നത്. ആ സമയത്താണ് രാജ്യത്തുടനീളം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഈ മാധ്യമ വിമർശനത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ക്രൈസ്തവർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിന് എന്തുകൊണ്ടാണ് ഇതുവരെ നൽകാനാകുന്നത്? ഞാൻ എവിടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നവർ പറയട്ടെ. എന്റെ പണിയതല്ലേ, ഞാൻ ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ക്രിസ്മസ് ദിവസം അവധി റദ്ദാക്കി. അതായത് ഈ പോലീസ് കേസ് എടുക്കുന്നു, പിന്നീട് അത് തേഞ്ഞുമാഞ്ഞു പോകുന്ന രീതിയാണ്. പലയിടത്തും നടപടികളിലോട്ടോ ശിക്ഷയിലോട്ടോ ഇതെത്തുന്നില്ല. അപ്പൊ അത് ഇത്തരം പ്രവൃത്തികൾക്ക് കൂടുതൽ ഒരു സംരക്ഷണം നൽകുന്ന രീതിയിലോട്ട് മാറില്ലേ? അല്ല, കേരളത്തിലാണെങ്കിൽ ആക്രമിക്കപ്പെടുന്നവർക്കെതിരെ കേസെടുക്കുന്നത്. ആറ്റുചാലത്തിനെതിരെ കേസുണ്ട്, പാലാ ബിഷപ്പിനെതിരെ കേസുണ്ട്, മറ്റവർക്കെതിരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തില് ആക്രമിക്കപ്പെടുന്നവർക്കെതിരെയാണ് കേസ്, മറ്റവർക്കെതിരെ കേസില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കും. പാലാ ബിഷപ്പിന്റെ എതിരെയുള്ള കേസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പഠിച്ചിട്ട് അന്വേഷിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് ആരെങ്കിലും ഇത് എങ്ങനെയായാലും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചോ. അതാ മിനിസ്റ്റർ പോയിരിക്കുന്നു. മിനിസ്റ്റർ ചോദ്യത്തിന് മറുപടി പറയാതെ പോയിരിക്കുന്നു. ഞാനിവിടെ ഇരിക്കാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. മാധ്യമങ്ങളെ എതിർക്കേണ്ട സമയത്ത് എതിർക്കും.
അയ്യോ, ശരി, 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 എതിർക്കാൻ വേണ്ടി ശരി, വന്നതല്ല ശരി, മിനിസ്റ്ററെ. ശരി. മിനിസ്റ്റർ എതിർക്കാൻ ഞാൻ പേടിച്ചു പോയി. ഇദ്ദേഹം ചോദിച്ചിട്ട് ഞാൻ പേടിച്ചു പോയി. മിനിസ്റ്ററെ, മിനിസ്റ്റർ ഞാൻ ചിരിച്ചുകൊണ്ടല്ലേ ഇത്രയും നേരം സംസാരിച്ചത്. മിനിസ്റ്ററെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കാനും പറയാനും പറ്റുന്നില്ല? തിരിച്ചോണ്ട് ഒരാൾ ചോദിക്കുന്നു മിനിസ്റ്റർ എതിർക്കാൻ അത് വേണ്ടി തെറ്റിപ്പോയെന്ന്, അത് തെറ്റിപ്പോയി. മിനിസ്റ്ററെ, അത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളൊക്കെ ചാനൽ കണ്ടു കാണും. ഈ ചാനലും കൊണ്ട് നടന്നാൽ പല കാണുകയും കൂടെ ചെയ്യണം. മിനിസ്റ്റർ എതിർക്കാൻ നിങ്ങളുടെ ചാനൽ എന്താണ് കാണിച്ചത്, കുറച്ചു മുമ്പേ കാണിച്ചതെന്ന് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ മിനിസ്റ്ററെ, ഈ അവസ്ഥ പറ്റില്ലായിരുന്നു. മിനിസ്റ്ററെ, ഞങ്ങൾ ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അങ്ങ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ്. അല്ല, ആദ്യം ചോദിച്ചത് അല്ലല്ല, മന്ത്രിയാണ്. അപ്പൊ രാജ്യത്താകമാനം ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുമ്പോ ഈ ആകമാനത്തിൽ കേരളം ഇല്ല. ആകമാനത്തിൽ കേരളം ഇല്ല കേട്ടോ. ഉണ്ടല്ലോ, കേരളത്തിൽ പാലക്കാട് സംഭവങ്ങൾ ഞങ്ങൾ ഓ, ചൂണ്ടിക്കാണിച്ചു. ചാരുമൂടില്ല, ചാരുമൂടില്ല. മിനിസ്റ്ററെ, മിനിസ്റ്റർ ശരിക്കും ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അയ്യോ, എന്നെ പറഞ്ഞു തന്നാ മതി, പറഞ്ഞു തന്നാ മതി. ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ? അല്ല, പറഞ്ഞു തന്നാ മതി, ഞാൻ പറയാതെ പോലെ. ആളുകൾ കാത്തിരിക്കൂല അങ്ങയുടെ ഒരു മറുപടിക്ക് വേണ്ടി. അല്ല, ഇത് പറഞ്ഞു തന്നാ ഞാൻ പറയാം. അയ്യോ, അങ്ങനെ അത്ര വലിയ അങ്ങനെ അല്ലല്ല ഞാൻ പറഞ്ഞ തമാശവൽക്കരിക്കുന്നതിന് പകരം ആളുകൾ വളരെ അല്ലല്ല, ഗൗരവമായിട്ടുള്ള ഞാൻ ജീവിത ഗൗരവമായിട്ട് പ്രശ്നമല്ലേ? ഞാൻ ആളുകളുടെ ജീവിത അല്ലെന്ന പ്രശ്നമല്ലേ? ഈ തെറ്റ് ആരാധനാ സ്വാതന്ത്ര്യം അല്ല, ഒന്നാമത് ചാനലുകാർ ദൈവത്തെ ഓർത്ത് ഈ നിങ്ങളുടെ വേറൊരു ആളുടെ റൂമിൽ കൂടെ അയാളിരിക്കുന്ന സ്ഥലത്തു കൂടെ ഒരു സ്ത്രീ വേറൊരു മുറിയിലേക്ക് കയറിപ്പോകുന്നത് സ്ത്രീകളെ ആദരിക്കുന്നതിന് തുല്യമല്ല എന്ന് ഞാൻ പറയുന്നു. അതിനെ നിങ്ങൾക്ക് എതിർക്കാം.